where I stand. Nothing compares to the promise I have in you. Nothing compares to the promise I have in you. Praise you, Father. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ കരം അത്ഭുതകരമായിട്ട് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, പല ദിക്കുകളിലും പല സ്ഥലങ്ങളിലും ആയിരിക്കുമ്പോഴും ഞങ്ങളുടെ ഫോക്കസ് കർത്താവിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ഹല്ലേലൂയ അങ്ങ് കർത്താവെ സംസാരിച്ചുകൊണ്ടിരിക്കണമേ. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തില് പ്രയാസങ്ങള്, ദുഃഖങ്ങള് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം ഒരു സൊല്യൂഷൻ തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവിലൂടെ ആണ് നമുക്ക് സകല സൊല്യൂഷൻസും ഉള്ളത്. കർത്താവിലൂടെയാണ് നമുക്ക് സകലത്തിന്റെയും പരിഹാരം കാണുവാൻ കഴിയുന്നത്. അവനാണ് നമ്മുടെ സ്രോതസ്. He is the resource for us. Hallelujah. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ആശ്രയിക്കാം. ഇന്ന് കൂടി വന്നിരിക്കുന്നവരില് ആരെങ്കിലും സങ്കീർത്തനമോ അതല്ല ഏതെങ്കിലും ചെറിയ പോർഷൻസോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് അതുപോലെ അത് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ സങ്കീർത്തനമായിരിക്കാം, അതല്ല ഏതെങ്കിലും ഒരു ചെറിയ വചന ഭാഗമായിരിക്കാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. നോ പ്രോബ്ലം. നിങ്ങൾക്കത് ഷെയർ ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ഫാദർ. ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ആ സങ്കീർത്തന ഭാഗം നിങ്ങൾക്ക് വായിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് ഒരേ യൂണിറ്റിയിൽ കടന്നു വരുവാനും കൂടുവാനും കർത്താവ് നമ്മളെ സഹായിക്കും. Thank you, Lord. Praise you, Jesus. Glory, Lord. Praise you, Jesus. പകൽക്കാലം ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഈ പ്രസംഗത്തിന് ശേഷം നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കടന്നു വരാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ഈ കഴിഞ്ഞ നാളുകളെല്ലാം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ വളരെയധികം പ്രഷർ അല്ലെങ്കിൽ വളരെയധികം വൈഷമ്യമുള്ള ഒരു കാലഘട്ടം നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തില് വ്യത്യസ്തമായ രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ അവരുടെ മുൻപിലായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സാഹചര്യം ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് ചില സാഹചര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കാം, ഒരുപക്ഷെ ഫാമിലി റിലേഷൻഷിപ്പുകളായിരിക്കാം,
ഇങ്ങനെ പല മേഖലകളിൽ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാക്കം കൂട്ടുവാനായിട്ട് ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ, ഈ കൊറോണയുടെ സാഹചര്യം അത് സഹായിച്ചു എന്ന് പറയാനായിട്ട് കഴിയില്ല. എങ്കിലും കൊറോണയുടെ ഈ സാഹചര്യം അതിന് ആക്കം കൂട്ടുവാൻ ഉതകുന്നു എന്ന് വേണമെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അത് കാറ്റലൈസ് ചെയ്തു, അത് അതിനെ ത്വരിതപ്പെടുത്തി. അതാണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ 14:1 നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ മീ. അപ്പൊ ഹൃദയത്തിന്റെ കലക്കം ഉണ്ടായ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം കർത്താവായ യേശു തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ യോഹന്നാൻ 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ സാഹചര്യം നിങ്ങൾക്കറിയാം. കർത്താവിന്റെ ക്രൂശീകരണവും ആ ക്രൂശീകരണത്തിന് ശേഷം അവന്റെ അപ്രത്യക്ഷതയും ഒക്കെ ശിഷ്യന്മാരുടെ ഹൃദയത്തിലും ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഒക്കെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞതായിട്ടുള്ള കർത്താവാണ് ഇപ്രകാരം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ പല കാര്യങ്ങൾ കർത്താവിലൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും പിടിച്ചു നിൽക്കുവാനൊക്കെ കർത്താവ് അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഹൃദയം കലങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അവർ കടന്നു വരാൻ പോവുകയാണ്. ഇവിടെ നമ്മൾക്ക് അറിയാം, ഈ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഐസൊലേഷൻ ആണ്, ഒരു സെപ്പറേഷൻ ആണ്. അല്ലെങ്കിൽ ഇതുവരെ അവർ കാണാത്തതും മനസ്സിലാക്കാത്തതുമായിട്ടുള്ള ഒരു വലിയ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. അവരുടെ പ്രതീക്ഷ എന്ത് തന്നെയാണെങ്കിലും ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഇത് മുൻകൂട്ടി അറിഞ്ഞതായിട്ടുള്ള ഒരു ദൈവത്തെയാണ്, ദൈവപുത്രനെയാണ്, യേശുക്രിസ്തുവിനെയാണ് നമ്മൾ അറിയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്രമാത്രം മുൻകൂട്ടി തിരിച്ചറിവുള്ള, നമ്മളെ സഹായിക്കുവാനും നമ്മളോട് കൂടെ നിൽപ്പാനും നമ്മളെ കരുതുവാനും ഒക്കെ താല്പര്യം കാണിച്ച ഒരു ക്രിസ്തുയേശുവിനെയാണ് നമ്മൾ ഇന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇത് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നു? ബൈബിൾ എങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നേരിടുവാൻ തക്കവണ്ണം ഉള്ള ഒരു ക്രിസ്ത്യൻ ബിലീഫിൽ നിൽക്കുന്ന ഒരു ഡിസൈപ്പിൾ ആയിരിക്കുന്ന, ഒരു ശിഷ്യനായിരിക്കുന്ന, ഒരു വിശ്വാസിയായിരിക്കുന്ന നമ്മൾക്ക് എങ്ങനെ കഴിയും? ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന പല കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കർത്താവ് പറയുന്ന ട്രൂത്ത് അല്ലെങ്കിൽ സത്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ 2-3 ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിന്റെ 4-5 ഭാഗം 4-5 വാക്യങ്ങള് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാക്യങ്ങളാണ്. കർത്താവ് പറയുന്നുണ്ട്, വാസസ്ഥലം ഒരുക്കുവാനായിട്ട് പോവുകയാണ്. ഈ വാസസ്ഥലം ഒരുക്കുന്ന താമസമേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും.
അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോഴ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്കും തോമസ് ഉടനെ ചാടി ചോദിച്ചു. തോമസ് മാത്രമല്ല, എല്ലാ ശിഷ്യന്മാരുടെ അവസ്ഥ അത് തന്നെയാണ്. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് വഴി അറിയുന്നത്? അപ്പൊ പല ക്രിസ്തീയ വിശ്വാസത്തിലും അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പിലൂടെ കടന്നു പോകുന്ന ശിഷ്യനായിരിക്കുന്ന, വിശ്വാസി ആയിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണിത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തോമസിന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. വളരെ നാളുകൾ കൂടെ നിന്ന് കർത്താവിനോട് കൂടെ ആയിരുന്നു. കർത്താവ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്തത്, പല കാര്യങ്ങൾ പഠിപ്പിച്ചു, മനസ്സിലാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ടും വഴി അറിയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ കലങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. വളരെ അധികം സ്ട്രെസ്സും സ്ട്രെയിനും പ്രഷറും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സുബോധം ആണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. വഴി എങ്ങനെ അറിയും? അതിന്റെ 6-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമയത്ത് യേശു ഒരു സത്യം അവരോട് പറയുകയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ഒരു കാര്യം, ഈ ഒരു വാക്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്യമാണ്. ഇത് തന്നെയല്ലേ ഈ 3.5 വർഷക്കാലം യേശു കർത്താവ് അവരുടെ ഇടയിൽ പ്രസ്താവിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത്? എങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴ്, ഒരു മനസ്സ് കലങ്ങിയ ഒരു സിറ്റുവേഷൻ വരുമ്പോഴ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സത്യത്തെ തിരിച്ചറിയുവാൻ, എന്താണ് റിയാലിറ്റി എന്ന്, എന്താണ് വാസ്തവം എന്ന് മനസ്സിലാക്കുവാനുള്ള സുബോധം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത്. തോമസെ, ശിഷ്യന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ തന്നെയാണ് ഈ വഴി എന്ന് പറയുന്നത്, ഞാൻ തന്നെയാണ് ഈ സത്യം എന്ന് പറയുന്നത്, ഞാൻ തന്നെയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വഴിയും സത്യവും ജീവനുമായിട്ടുള്ള എന്നിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ആശ്രയം വയ്ക്കുമെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം കലങ്ങിപ്പോകേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല. ഈ പൂർണ്ണനായിട്ടുള്ള ഈ ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മളിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ നമ്മൾക്ക് ഓവർകം ചെയ്യുവാനായിട്ട് കഴിയും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സത്യത്തെ ആരാധിക്കുവാനും ഈ സത്യത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ട്രെസ് നമുക്ക് പൂർണ്ണമായിട്ടും റിലീവ് ചെയ്യുവാൻ കഴിയും, മാറ്റിക്കളയുവാൻ കഴിയും. അതിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് വരുന്നത്? സ്ട്രെസ് വരുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കാം. ഒരു ഡിസ്കണ്ടന്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടന്റ് വിത്ത് അവർ സർക്കംസ്റ്റൻസസ്. നമ്മുടെ സാഹചര്യത്തിനോട് നമുക്ക് ഒത്തൊരുമിച്ച് പോകുവാൻ, അല്ലെങ്കിൽ സാഹചര്യത്തിൽ നമുക്കൊരു വിരക്തത വരുമ്പോൾ ആണ് പലപ്പോഴും നമുക്ക് ഈ ഒരു സ്ട്രെസ് വരുന്നത്. ദൈവത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചും ദൈവം ആരാണെന്നതിനെ കുറിച്ചുമുള്ള ഒരു ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സ്ട്രെസ് വരുന്നത്. അല്ലെങ്കിൽ
ഒരു പരാജയ ഫീലിംഗ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരു പരാജയത്തിൻ്റെതായിട്ടുള്ള ഒരു 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 സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോഴാണ്. നമ്മളെ കരുതുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു ദുഃഖകരമായിട്ട് തീരുന്നു. അതൊരു ആങ്സൈറ്റി ആയിട്ട്, ഒരു ജിജ്ഞാസയായിട്ട് തീരുന്നു. ആരാണ് ഇനി എന്നെ കരുതുന്നത്? ഇനി എങ്ങനെ ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും? പലപ്പോഴും ഈ സാഹചര്യത്തിൽ നിന്നൊരു വിടുതലെടുക്കുവാനായിട്ട് യോഗയും എക്സസൈസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതൊക്കെ ബോഡിയിൽ പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തോടോ നമ്മുടെ മനസ്സിനോടോ അതൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന മേഖലകളല്ല. അതിനൊരു കണ്ടിന്യൂറ്റി ചിലപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൾ വരെ അതിന് സന്തോഷമായിട്ട് പോകാനായിട്ട് കഴിഞ്ഞേക്കാം. എന്നാലും റിയാലിറ്റിയെ, വാസ്തവത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ റിയാലിറ്റിയെ ഫേസ് ചെയ്യുവാൻ നമ്മൾ വില്ലിംഗ് അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനും യാതൊരുവിധ സൊല്യൂഷനും നമുക്ക് തരുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ആശ്രയിക്കുന്ന മനോഭാവം തന്നെയാണ് നമ്മൾ ആരാധനയിലും നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാകേണ്ടത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു വരണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കടന്നു വരണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ദൈവത്തെ കുറ്റം പറയാനായിട്ട് തുടങ്ങും. ദൈവമേ, ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇത്രയൊക്കെ ആണല്ലോ, എന്നാൽ തന്നെയും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കർത്താവേ, എന്താണ് നീ ചെയ്യുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തത്? എൻ്റെ ജീവിതത്തിന് മാത്രം ഇങ്ങനെ പ്രശ്നം കാണുന്നത് എന്താണ്? അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ മാത്രം മാറ്റി നിർത്തും, ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ കടന്നു പോകും. ദൈവം നമുക്കൊരു ഒരു 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 പ്രധാന കാര്യമല്ലാതായി തീരുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും ഫ്രസ്ട്രേഷനും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകുവാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഹൃദയം കലങ്ങി പോകരുതെന്ന് പറഞ്ഞത്. ഹൃദയം കലങ്ങി പോകരുത് എന്നിട്ട് പറയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. സോ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ളപ്പോൾ, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുക, ദൈവത്തെ നമ്മൾ ആരാധിക്കുക, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, എബ്രായർ 12:8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മൾക്ക് ഇനിയും ഒരു അൺഷേക്കബിൾ ആയിട്ടുള്ള ദൈവരാജ്യമാണ് നമ്മുടെ പ്രത്യാശ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലുടയന്മാരത്രേ. 9. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ?
അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വളരെ അധികം നെഗറ്റീവായിട്ടൊരു ദൈവത്തെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിച്ചോളണം, ദൈവം അതിനു വേണ്ടിയിട്ടല്ല ചില സാഹചര്യങ്ങളെ ഒരുക്കിയിരിക്കുന്നത്. ചില സാഹചര്യങ്ങൾ ദൈവം നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നത് അവനിൽ വിശുദ്ധി പ്രാപിച്ച് അവന് വേണ്ടി നിൽക്കേണ്ടതിനായിട്ടാണ് നമ്മളെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്. We are going to receive a kingdom which is unshakable. 12:28 വേണ്ടത് കേട്ടോ. I'm sorry. You want to read 12:28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതും ദൈവം നമ്മളെ സ്വന്തം മകനായി മകളാക്കി തീർത്തതും യേശുക്രിസ്തുവിലൂടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനോട് നാം നന്ദിയുള്ളവരായിട്ട് ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി ഈ ലോകത്തിൽ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും കർത്താവിനെ ആരാധിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ മുൻപ് വായിച്ചു, 12:8 നമ്മൾ വായിച്ചതാണ്. ഈ ബാലശിക്ഷയൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ശിക്ഷ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് ഫ്രസ്ട്രേഷൻ ആയിരിക്കും. എന്നാൽ അൾട്ടിമേറ്റ്ലി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു ഇളകാത്ത രാജ്യം, ഒരു അൺഷേക്കബിൾ കിങ്ഡം ആണ് നമുക്ക് വേണ്ടി കർത്താവ് വച്ചിരിക്കുന്നത്. ഇതൊരു വലിയ പ്രത്യാശയാണ്. അതുകൊണ്ട് നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എന്താണ് ഈ വിശ്വസിക്കുന്നത്? ഞാൻ നിങ്ങളെ ചേർക്കാനായിട്ട് വരുന്നു, ഞാൻ നിങ്ങളോട് കൂടെ താമസിക്കാനായിട്ട് വരുന്നു, ഒരു അല്പകാലം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് പ്ലാനും പദ്ധതിയും എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇതിനെ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ കർത്താവിനെ ആരാധിക്കാനും കർത്താവിനോട് പ്രാർത്ഥിക്കാനും കഴിയത്തുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ്, നമുക്കറിയാം ഈ സാഹചര്യം, റോമ ജയിലിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. കിടന്ന് അവൻ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ ഫിലിപ്പിയ സഭ അവന് സാധനങ്ങളെ, ഗിഫ്റ്റുകളെ പാക്ക് ചെയ്ത് അവന്റെ അടുത്ത് എത്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വർഷിപ്പ്. ഈ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് എ വർഷിപ്പ്. റിജോയ്സ്. സോ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമത്തിലിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജയിലിലാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള പൗലോസ് പറഞ്ഞതുപോലെ സന്തോഷിക്കുവാൻ, റിജോയ്സ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മളൊരു വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരു കോർപ്പറേറ്റ് വർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. ഒരുപാട് ആൾക്കാർ കൂടി ചെണ്ടയും കോലും ഗിറ്റാറും ഹാർമോണിയവും എന്ന് വേണ്ട ലോകത്തിലുള്ള സകല എക്യുപ്മെന്റ്സും ഒക്കെ വച്ചിട്ട് ആകപ്പാടെ കൂടി ബഹളം വെച്ച് ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആരാധനയെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിനെക്കുറിച്ചല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ ഒരാൾ ഇൻഡിവിജ്വൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് കരങ്ങളെ തട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് പാട്ടുപാടാൻ ചിലപ്പോൾ അറിയില്ലായിരിക്കാം, എങ്കിലും അറിയാകുന്ന രീതിയിൽ നിങ്ങൾ ആരാധിക്കുവാൻ, നിങ്ങൾ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കഴിഞ്ഞാൽ
ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരും. ദൈവത്തിന് ചിലത് ചെയ്യുവാനായിട്ട് കഴിയും, നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനായിട്ട് കഴിയും. ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആണ് കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണത്. അതിന്റെ 5-6 വാക്യങ്ങളിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും 4, 5, 6 വാക്യം വായിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ആരാധനയും പ്രാർത്ഥനയുമാണ് ഈ തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ, സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ള ഒരു സൊല്യൂഷൻ, ഇതിൽ നിന്ന് മാറുവാനുള്ള ഒരു സൊല്യൂഷൻ. സാഹചര്യങ്ങൾ പലതായിരിക്കാം പ്രിയമുള്ളവരെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള സാഹചര്യങ്ങളായിരിക്കില്ല. പല രീതികളിലുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കൊലുക്കുന്ന അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും, അവിടെ വന്നു പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രസ്ട്രേഷനിൽ നമ്മൾ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കി ആ പ്രശ്നത്തെ ആകെ കലുഷിതമാക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. പ്രശ്നം എവിടെയും ഉണ്ടാകാം, പ്രശ്നം ആർക്കും ഉണ്ടാകാം. അത് വിശ്വാസി എന്നില്ല, അവിശ്വാസി എന്നില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ കാര്യത്തെ ദൈവസന്നിധിയിൽ വച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവന് സമയം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം ഏകദേശം 50% അവിടെ തീർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഒന്ന് തെസ്സലോനിയർ 5:17 അപ്പോസ്തലനായ പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഇതാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവേഷ്ടം. ഇതാ പറയുന്നത്. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നത് രീതി, അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ലഭിക്കുന്നത് എപ്പോഴാണ്? ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇതിന് വ്യത്യാസം വരുന്നത്. ഇതാണ് നമ്മളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം എന്നാണ് പറയുന്നത്. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യെരമ്യാവിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ അവിടെ കാണുന്നുണ്ട് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളെ അറിയിച്ചിരിക്കുന്ന സത്യത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. 29-11 മുതൽ 14 വരെയുള്ള വാക്യം. ഹല്ലേലൂയ. Praise the Lord Jesus. Thank you. ആരെങ്കിലും എടുത്ത് വായിക്കാവുന്ന? ഇരുപത്തൊമ്പതിന്റെ 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം ഇന്നവ എന്ന് ഞാൻ അറിയുന്നു.
തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ എന്ന് യഹോവയുടെ അരുളപ്പാട്. നന്മയ്ക്കത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. വായിച്ചോളൂ. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു നിങ്ങൾ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നമ്മൾ ഈ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇസ്രായേൽ മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യെരമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേൽ മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവരോട് ദൈവം ആകെ ആവശ്യപ്പെടുന്ന എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്നെ അന്വേഷിക്കുക, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുക, എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ഉറപ്പ്. ഹല്ലേലൂയ. ഈ 12-ാമത്തെ വാക്യത്തില് നിങ്ങൾ എന്നോട് അപേക്ഷിക്കുവാൻ പറയുമ്പോൾ തന്നെ കർത്താവ് 11-ാമത്തെ വാക്യത്തിൽ ഓൾറെഡി കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് അവർക്ക് പ്രോമിസ് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് അത്രേ എന്ന് യഹോവയായിട്ടുള്ള ദൈവം അവരോട് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് ആക്ച്വലി പ്രവാചകൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ദൈവം എത്രത്തോളം നമ്മളെ ശ്രദ്ധിക്കുന്നവനാണ്, എത്രത്തോളം നമ്മളോട് കരുണ കാണിക്കുന്നവനാണ്, എത്രത്തോളം നമ്മളെ ഈ പറഞ്ഞ രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്ന ദൈവമാണ്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഒരു സത്യം. അതാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് കർത്താവായിട്ടുള്ള യേശു വളരെ വ്യക്തമായി പറഞ്ഞത്, നമ്മൾ അറിയേണ്ടത് സത്യം, കർത്താവ് ആരാണെന്നുള്ള സത്യത്തെ അറിഞ്ഞിട്ട് വേണം അവന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാനായിട്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വളരെ കലുഷിതമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അവന്റെ സന്നിധിയിൽ ചെന്ന് കരഞ്ഞ മുട്ടുമേൽ നിന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങളെ വിടുവിക്കും. അവൻ അതിന് സന്നദ്ധനാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. മറ്റൊരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 4-5 വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമർ 12-ന്റെ 4-5 വാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ഹല്ലേലൂയ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും.
അതുപോലെ പലരായിട്ടുള്ള നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ഇത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആത്മീകമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ശരീരമാണ്. ക്രിസ്തുവിൽ നമ്മൾ ഒരു ശരീരമാണ്. പലരായിട്ടുള്ള നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണെന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തുവിൽ ഒരു ശരീരമായിരിക്കുമ്പോൾ തന്നെ നമ്മളെ കുറിച്ച് എന്താണ് കർത്താവ് ആവശ്യപ്പെടുന്നത്? കർത്താവ് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, ഈ പല അവയവങ്ങള് ചേർന്നാൽ മാത്രമേ ഒരു ശരീരം പ്രവർത്തിക്കത്തുള്ളൂ. ഈ പല അവയവങ്ങൾക്ക് പല രീതികളിലുള്ള ക്വാളിറ്റികളുണ്ട്, പല ഗുണങ്ങളുണ്ട്, പല കാര്യങ്ങളാണ് അവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടണം. നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ സഹോദരിമാരോട് നമ്മൾ ആവശ്യപ്പെടണം. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഒരു വാട്സപ്പ് മെസ്സേജ് പോലും അയക്കാനായിട്ട് താല്പര്യം കാണിക്കാത്തവരാണ് പലരും. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അറിഞ്ഞില്ലല്ലോ സഹോദര സഹോദരി, ഈ ഇത്തരം സിറ്റുവേഷനിലൂടെ നമ്മൾ നിങ്ങൾ കടന്നു പോകുന്ന അറിഞ്ഞില്ലല്ലോ സഹോദര സഹോദരി എന്ന് പറയുമ്പോൾ പാസ്റ്റർ ബിസി അല്ല, അതുകൊണ്ടാണ് അറിയിക്കായിരുന്നെന്ന് പറയും. അതൊരു തെറ്റായ മനോഭാവമാണ്. പാസ്റ്റർ ബിസി ആണെങ്കിൽ തന്നെയും നമ്മൾ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്ന രഹസ്യ സ്വഭാവമില്ലാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയിക്കാം. രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പ്ലീസ് പ്രേ ഫോർ മീ, ഐ ആം ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇത്രയും മതി. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. എന്നാൽ ദൈവവചനപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണ്. ആ പ്രാർത്ഥനയിലാണ് നമ്മൾക്ക് ഒരു സഹായം ലഭിക്കുന്നത്. ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുന്നത്. കർത്താവ് നമ്മുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചില ഫാമിലികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഒരുപക്ഷെ ചില ചെറിയ പ്രെയർ ഗ്രൂപ്പിലുള്ള ചില ലീഡേഴ്സ് ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരെ കണ്ടെത്തി അവരോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്കൊരു വിടുതൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു വലിയ കഷ്ടത വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ദൈവം നമുക്ക് അറിയിപ്പ് തരികയാണ്. എന്താണ് ആ കാര്യം? നമ്മൾ അനശ്വരരൊന്നുമല്ല, നമ്മൾ നശ്വരരാണ്. പ്രശ്നം നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് മാത്രം ഈ പ്രശ്നത്തെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. പ്രശ്നത്തിന് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അനശ്വരനായിട്ടുള്ള ഒരു ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് കഴിയത്തില്ല. ഒരു അനശ്വരനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. നമ്മൾ എപ്പോഴും വീഴുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു അറിവാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയത്തില്ല. നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്.
ഈ സഹായത്തിലൂടെ തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം വളരെ എളുപ്പമായിട്ട് ചെയ്യുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പല രീതികളിലുള്ള ട്രോമ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ മരണം സംഭവിക്കുന്ന അവസ്ഥകളിൽ സപ്പോർട്ട് ആവശ്യപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ആ സമയത്ത് ഓടിച്ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന സ്ട്രെസ്സിന്റെ അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ ലഘൂകരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ 50% അല്ലെങ്കിൽ ഒരുപക്ഷെ 80% ആയിട്ട് ലഘൂകരിക്കപ്പെടും. വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ട് കടന്നു പോകുന്ന കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട്. രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അവരോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വരുന്നതായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണുന്നതാണ്, ദൈവം ആഗ്രഹിക്കുന്നതാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഈ ദൈവ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരം എന്ന് പറയുന്നത്, ഈ സഭ എന്ന് പറയുന്നത് അതൊരു ശരീരമാണെന്നും അതിനുള്ള ഓരോ അവയവങ്ങളും പ്രാധാന്യമുള്ളതാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയവർ എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയത്തുള്ളൂ. ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ബീങ്സ് എന്ന് പറയുമ്പോൾ അതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ ഈ സോഷ്യൽ ബീങ്സ് എന്ന് പറയുന്നതിന്റെ റിയൽ ആയിട്ടുള്ള അർത്ഥം ബൈബിൾ തരുന്ന അർത്ഥമാണ്, ആത്മീകമായിട്ടുള്ള അർത്ഥമാണ്, അതിന്റെ കാതലായിട്ടുള്ള അംശം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബൈബിൾ എത്രയോ വ്യക്തമായിട്ടാണ് ആ ഒരു ഭാഗത്തെ, ഈ റോമർ 12:4 മുതൽ 5 വരെയുള്ള ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്കറിയാം. പലപ്പോഴും ഒരു അലൂഫ് അല്ലെങ്കിൽ ഒരു മാറി നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ദൈവജനം കടന്നു വരുന്നത്. ഇനിയിപ്പോ എന്നാ വർഷിപ്പിനൊന്നും പോകണ്ട, ആരാധനയ്ക്കൊന്നും കടന്നു പോകണ്ട, ദൈവജനം വായിക്കാനും ഗ്രൂപ്പിലും ഷെയറിനും ഒന്നും കടന്നു പോകണ്ട. ഇതാണ് പലരും കാണിക്കുന്നതായിട്ടുള്ള ബുദ്ധിമോശം എന്ന് പറയുന്നത്. ഒരു പ്രയാസം നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ അതിനെ മുഖാമുഖം കണ്ട് അതിനെ ഫേസ് ചെയ്യുവാനും അതിൽ നിന്ന് വിടുതലെടുക്കുവാനുമുള്ള ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ ഓപ്പൺനെസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. അതിനെ നമ്മൾ നേരിടണം. എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം, എവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കണം, നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. ഇത് വരുമ്പോൾ മാത്രമേ ആ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തുള്ളൂ. ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന്റെ ശൈലിയിൽ ഒരുപക്ഷെ നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ വിശ്വാസികൾ മാറ്റം വരുത്തേണ്ടുന്ന ഒരു ശൈലി ഇതൊക്കെയാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോവുക എന്നുള്ളതല്ല, മറിച്ച് എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ നമുക്ക് ഒരുമിച്ച് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. എൻ്റെ ഭവനം ഞാൻ തുറന്നിട്ടിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കുറച്ചു നേരം പ്രാർത്ഥിക്കാം, ഞാൻ ഓപ്പൺ ആണ്. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നത് ഈ ഒരു കാര്യമാണ്. എബ്രായർക്ക് ലേഖനം 10:24-25 വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 10:24-25. അതുപോലെ മറ്റൊരു ഭാഗം 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം അതിന്റെ 25 മുതൽ 27 വരെ. എബ്രായർ 10:24-25 നമുക്കൊന്ന് വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും
ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു. അത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു. സോ ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികം അധികമായി ചെയ്യണം. കണ്ടോ, മനസ്സിലായോ? അതവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാൾ സമീപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ത്യനാളുകളിലേക്ക് കടന്നു പോകുന്തോറും സമൂഹത്തിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദൈവവചനം അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. മനുഷ്യരെ സ്വാർത്ഥതയിലേക്ക് കടന്നു പോകും. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത്, വിശ്വാസികൾക്ക് നഷ്ടപ്പെടുന്നത് ഈ ഉത്സാഹമില്ലായ്മയാണ്. എന്ത് പ്രാർത്ഥിച്ചാൽ എന്താ പ്രയോജനം? എന്നൊക്കെ ചെയ്താലും ശരി, വലിയ കാര്യമൊന്നുമില്ല. ജോലി നഷ്ടപ്പെട്ടു, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആകപ്പാടെ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ആദ്യം വരുന്ന ചിന്ത തന്നെ ഇതാണ്. എന്നാൽ ഉത്സാഹം വർദ്ധിപ്പാൻ എന്ത് ചെയ്യണം? അന്യോന്യം സൂക്ഷിച്ചുകൊണ്ട് നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികം അധികമായിട്ട് ചെയ്യുവാനുള്ള പ്രേരണയിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാനോ പ്രയർ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കാനോ ഇതൊന്നുമല്ല. കഴിവതും സാഹചര്യങ്ങൾക്കനുസരിച്ച് സകലമാന വിധത്തിലുള്ള പ്രയർ മീറ്റിങ്ങുകളിലും മെഡിറ്റേഷനുകളിലും ധ്യാനങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ വായിക്കുകയും അറിയുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവിനനുസരിച്ചുള്ള തോട്ട്സും ഒക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നു. ദൈവത്തിന്റെ വചനം അതാണ് അനുശാസിക്കുന്നത്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ റിബല്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അത് മാറണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും ഒരു സങ്കീർത്തനത്തിന്റെ ഒരു വരി പോലും പറയുവാൻ നമുക്ക് കഴിയുന്നില്ല. എത്ര പറഞ്ഞാലും നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ല. സഭയിലായിരുന്നപ്പോൾ തന്നെയും സഭായോഗങ്ങൾ പരസ്പരം കൂടി വരാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഇപ്പൊ അതിലും ടഫാണ്. പക്ഷെ ഒരു പരിധി വരെ ചിന്തിച്ചാല് ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം മുഖം കാണിക്കാതെ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പോ സൂമിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. ഡു ഇറ്റ്. എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ്, എല്ലാവരും അവയവങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ അവയവങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ശരീരം ശക്തിയായി പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്ന ആ ഒരു സന്തോഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടത് ഈ ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പാണ്. പരസ്പരം നമ്മൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന, സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മളിൽ കടന്നു വരേണ്ടത്. വീണ്ടും ഞാൻ പറയട്ടെ, വീണ്ടും നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവവചനം വായിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവവചനം ശക്തമായിട്ട് വായിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ വളരെ അധികം ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഈ വചനം വായിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഇവിടെ നമ്മുടെ മോഹനൻ വന്നിട്ടുണ്ട്. മോഹനോട് ഞാൻ ആദ്യമൊക്കെ മോഹനൻ ലൂക്കോസ് വായിക്കാൻ പറയും.
ലൂക്കോസ് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോൻ ലൂക്കോസ് ഒഴിച്ച് ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വായിക്കാൻ തുടങ്ങും. പക്ഷെ അതൊന്നും വായിക്കാൻ നടക്കാറില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഈ വായിക്കുന്ന പറഞ്ഞ് എന്താണെങ്കിലും ലൂക്കോസ് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞതിന് ശേഷം മോൻ എന്നോട് ഒന്ന് പറഞ്ഞു, ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇതിപ്പോ എനിക്ക് വായന നിർത്താനായിട്ട് പറ്റുന്നില്ല. ഇപ്പം വായിക്കലും എഴുതലും ഒക്കെ ശക്തമായിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വായിക്കാൻ ഒരു മടിയായിരിക്കും, ദൈവവചനം വായിക്കാൻ ഒരു മടിയായിരിക്കും. പിശാച് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. പല രീതികളിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വായിക്കാൻ നേരത്ത് നമുക്ക് കറണ്ട് പോകും, വായിക്കാൻ നേരത്ത് നമുക്ക് വെളിച്ചമുണ്ടാകത്തില്ല, തലവേദനയാകും, എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും എന്നറിയാം. എന്നാൽ ദൈവം അത് അത്ഭുതകരമായിട്ട് നമ്മളെ നടത്തുവാൻ മതിയായവനാണെന്നുള്ള ഒരു ചിന്തയിൽ ദൈവവചനം ജീവനും ആത്മാവും നിറഞ്ഞതാണെന്നുള്ള ബോധ്യത്തിൽ, എന്ന് പറഞ്ഞാൽ സത്യത്തിൽ, അതാണ് സത്യം. ആ സത്യം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വചനത്തോട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നമുക്ക് വചനം വായിക്കാനായിട്ട് കഴിയും. വചനം വായിച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയാതെ വണ്ണം ആ വചനം നമ്മളെ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിനൊക്കെ നമുക്ക് ആൻസർ കിട്ടാൻ തുടങ്ങും. നമ്മൾ അതിനെല്ലാം മറക്കാൻ തുടങ്ങും. അതൊക്കെ അവിടെ മാറി നിൽക്കട്ടെ, അതിനേക്കാളും എത്രയോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് പ്രകാശിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ചിന്താനരം. 2 തിമോത്തി 3:16 നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു വാക്യമാണത്. 2 തിമോത്തി 3:16. എന്തിനാണ് ദൈവവചനം? ദൈവവചനം എന്ത് ചെയ്യുന്നു നമ്മുടെ മധ്യത്തിൽ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്നാണ് ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് സ്ട്രെസ് ചെയ്യുകയാണ്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന് പറയുന്ന കാര്യം ട്രൂത്താണ്, സത്യമാണ്. ആ സത്യം എനിക്ക് ബോധ്യമാണെങ്കിൽ മാത്രമേ ഞാൻ പിന്നീടുള്ള കാര്യം ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും പിതാവിലും വിശ്വസിപ്പിൻ, പിതാവിലും എന്നിലും വിശ്വസിപ്പിൻ. അപ്പൊ പിതാവിലും എന്നിലും വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് ട്രൂത്ത്. ഹല്ലേലൂയ. ആ ട്രൂത്ത് അറിഞ്ഞാൽ മാത്രമേ ഹൃദയം കലങ്ങാതിരിക്കത്തുള്ളൂ. തോമസ് ചോദിച്ചു, ഏതാ വഴിയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, സത്യം, ജീവൻ. ഇത് അറിഞ്ഞാൽ മാത്രമേ കർത്താവായിട്ടുള്ള യേശുവിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയത്തുള്ളൂ. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകണം, തിരുവെഴുത്ത് വായിക്കാൻ നമുക്ക് ഒരാളോട് അഡ്വൈസ് ചെയ്യുമ്പോൾ അവൻ എപ്പോഴും വായിക്കാനൊന്നും സമയമില്ല, നോക്കട്ടെ, സമയം കിട്ടുമ്പോൾ വായിക്കാം, ഇതൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? കാരണം എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരുവന് മാത്രമേ അത് വായിക്കാൻ പെട്ടെന്ന് ഒരു താല്പര്യം ജനിക്കത്തുള്ളൂ. ഇനി താല്പര്യം ജനിച്ചില്ലെങ്കിലും അത് ആദ്യം വായന തുടങ്ങിക്കഴിയുമ്പോൾ എങ്കിലും അവൻ ഇത് ദൈവശ്വാസീയമാണല്ലോ, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ വചനമാണല്ലോ എന്ന തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ അവന് വായന നിർത്താതിരിക്കാനായിട്ട് അവന് കഴിയും. അതാണ് അതിനകത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവശ്വാസീയമായിട്ടുള്ള വചനമാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീട് പറയുന്നു, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. പിന്നെന്താണ്? തികഞ്ഞവനാകണം. ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയിലെ അഭ്യാസം, ഇതിനൊക്കെ ഈ വചനമാണ് പ്രയോജനമായിരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ ഉപദേശിക്കണമെന്നില്ല, ദൈവത്തിന്റെ വചനത്തിന് ഉപദേശിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ പോക്കിനെ നിയന്ത്രിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് ഉപദേശിക്കാൻ കഴിയും. ദൈവത്തിന്റെ വചനം തന്നെ ശാസനത്തിനായിട്ട് ഇടപെടും. ദൈവത്തിന്റെ വചനം തന്നെ ഗുണീകരണത്തിനായിട്ട് ഇടപെടും. നീതിയിലെ അഭ്യാസം നമുക്ക് ഈ വചനത്തിലൂടെ ലഭിക്കും. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള അന്യായ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള അസത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള എന്തോരം പ്രശ്നങ്ങള്, ഇതെന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു? കാരണം ആരുടെയും അഡ്വൈസ് ഇല്ലാത്തതൊന്നുകൊണ്ടുമല്ല, ദൈവവചനം വായിക്കാത്തതുകൊണ്ടാണ്.
ദൈവവചനം വായിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ആവശ്യമായുള്ള ഉപദേശവും ശാസനവും ഗുണീകരണവും ഒക്കെ അവന് ലഭിക്കും. പിന്നെ മനുഷ്യർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? മനുഷ്യർക്ക് വേണമെങ്കിൽ ഒരു അല്പം അവനെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ അവന് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. അത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതാണ് നമ്മൾ അവിടെ കാണുന്നതായിട്ടുള്ള കാര്യം. സങ്കീർത്തനം 119 105 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ദൈവവചനം എന്ന് പറയുന്നത് എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പൊ നമ്മുടെ കാലിന് ദീപമായിട്ടും പാതയ്ക്ക് പ്രകാശമായിട്ടും നിൽക്കുന്നത് ദൈവവചനമാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾക്കൊരു തെറ്റിലേക്ക് പോകാനായിട്ട് കഴിയില്ല. തെറ്റിൽ പോയാൽ തന്നെയും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുവാനായിട്ട് കഴിയും. പിതാവായുള്ള ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും ഇത് രാവിലെ? യോശുവയുടെ പുസ്തകം 1:8 നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ്, പഠിക്കാറുള്ളതാണ്. യോശുവയെ തെരഞ്ഞെടുത്ത ദൈവം മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ യോശുവയെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ്. യോശുവയുടെ നല്ല സ്വഭാവം ദൈവം കണ്ടിട്ടുണ്ട്, യോശുവയുടെ ആത്മാർത്ഥത ദൈവം കണ്ടിട്ടുണ്ട്, യോശുവയുടെ ഫെയ്ത്ത്ഫുൾനെസ് ദൈവം കണ്ടിട്ടുണ്ട്, ധൈര്യം കണ്ടിട്ടുണ്ട്, ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ ജോഷുവയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ കാരണവും അവൻ ഈ ദൈവവചനത്തെ, ന്യായപ്രമാണത്തെ അംഗീകരിക്കുന്നതുകൊണ്ടായിരിക്കാം. എങ്കിലും ദൈവം അവിടെ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങി പോരുത്. നിന്നെ മോശയ്ക്ക് ശേഷം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ. ഇതൊരു പുതിയ ജനറേഷനാണ്. സത്യം പറഞ്ഞാൽ പഴയ ജനറേഷനൊക്കെ മരിച്ചുപോയി. അവര് എന്നോട് എതിരിട്ടത് കൊണ്ടും എന്നോട് ഫ്രസ്ട്രേഷൻ കാണിച്ചതുകൊണ്ടും എന്നെ അനുസരിക്കാത്തത് കൊണ്ടും ഈ പഴയ ജനറേഷൻ മുഴുവൻ മരിച്ചുപോയി. പുതിയ ജനറേഷനിൽ ആകപ്പാടെ നീയും കാലേബും മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ നിന്നെ ഞാൻ നേതാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി എനിക്ക് ആകെ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നിന്റെ വായിൽ നിന്ന് ഈ ന്യായപ്രമാണ പുസ്തകം ഒന്നും മാറിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ദൈവവചനം നീ ഉൾക്കൊള്ളണം. എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് സ്ഥാപിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിട്ടും ഇരിക്കും. അപ്പൊ നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്. അതിന് അനുസരിച്ച് നീ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഈ വചനത്തെ അനുസരിച്ച്, ഈ വചനത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിന്റെ പ്രവൃത്തി സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. ഇതാണ് യോശുവയ്ക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകൾ നിങ്ങൾക്ക് വളരെയധികം കഷ്ടതകളും വളരെയധികം സ്ട്രെസ്സും നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ന്യായപ്രമാണ പുസ്തകം അല്ലെങ്കിൽ ദൈവവചനം, നിങ്ങളുടെ മുൻപിലിരിക്കുന്ന വെളിപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള സത്യം, അതിൻ്റെ മേൽ പ്രകാശം വരുത്തുവാൻ, അതിൻ്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ അതിനെ തുറന്നു വെച്ച് വായിക്കണം, ധ്യാനിക്കണം. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യാക്കോബ് എഴുതിയതുപോലെ ഈ ദൈവവചനം ഒരു മിററായിട്ട്, ഒരു കണ്ണാടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്കൊക്കെ പരിശോധിക്കണം. നമ്മൾ ദൈവവചനം വായിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഇതൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മൾ പറയുന്ന വാക്കുകളിലും ഒക്കെ ഈ വചനത്തെ പ്രമാണിക്കുന്നവരാണോ എന്ന് കൂടി ചിന്തിച്ചു കൊള്ളണം. പലപ്പോഴും നമ്മൾ പ്രമാണിക്കുന്നവരല്ല, നമ്മൾ വായിക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്.
നമ്മളെ കർത്താവിന്റെ മുന്നിൽ ആരാധിക്കണം. കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ സഹായം അഭ്യർത്ഥിക്കണം. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ ശരീരം ദൈവ സഭ എന്ന ശരീരത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും പ്രബോധനവും കൂട്ടായ്മയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു സഭയായി, ഒരു കൂട്ടമായിട്ട്, ഒരു ശരീരമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ദൈവവചനം ശക്തിയോടെ വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും ആയിത്തീരണം. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സ്ട്രെസ്ഫുൾ കണ്ടീഷനെയും, ഏത് രീതിയിലുള്ള പ്രയാസത്തെയും നമുക്ക് നേരിടുവാനായിട്ട് കഴിയും. ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. നിങ്ങളെ ദൈവം അത്യധികമായിട്ട് സ്നേഹിക്കട്ടെ. ദൈവകൃപയിൽ നമുക്ക് ആയിരിക്കാം. അവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ, ഓ ജീസസ്, ഹല്ലേലൂയ, എന്റെ ഹൃദയം ആശ്വസിക്കും. ഹല്ലേലൂയ. കൂരിരുളിൻ താഴ്വരയിൽ, താങ്ക് യു ജീസസ്, ദീപമതായി കൂരിരുളിൻ താഴ്വരയിൽ കൂരിരുളിൻ താഴ്വരയിൽ കർത്താവേ, ജീസസ്, ദീപമതായി കർത്താവേ, നിന്റെ വചനങ്ങൾ ഓരോന്നും ഈ കൂരിരുളിന്റെ താഴ്വരയിൽ ദീപമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും പ്രയാസപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം എടുക്കാം. കർത്താവേ, ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ, കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സ്ട്രെസ് വഹിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം പലപ്പോഴും ഞങ്ങൾ കഴിയുന്നില്ല. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളോട് സംസാരിക്കണമേ. നീ ഞങ്ങളോട് ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ബ്ലസ് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു. നമുക്ക് തിരുവിതാഴ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഹൃദയങ്ങളെ പകരുവാൻ ഈ സമയം ഉപയോഗിക്കാം. കാൽവരി ക്രൂശിലേക്ക് അവൻ കടന്നു പോയത് ഒറ്റയ്ക്കാണ്. അവൻ എൻ്റെ പാപങ്ങളെ വഹിച്ചു, എൻ്റെ രോഗങ്ങളെ വഹിച്ചു, എൻ്റെ പ്രയാസങ്ങളെ വഹിച്ചു. അവൻ ആ കാൽവരി ക്രൂശിൽ കടന്നുപോയി സകല പാപങ്ങളെയും അവൻ ഹനിച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ആരാധനയിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് എനിക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിഞ്ഞത്. ആ നിത്യജീവനാണ് എൻ്റെ പ്രകാശം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, വാഴ്ത്താം, ആരാധിക്കാം. നമ്മൾ അപ്പവീഞ്ഞുകളിലൂടെ ഈ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവന്റെ മരണം എൻ്റെ ജീവിതത്തിൽ വലിയത് ചെയ്തു, ഹല്ലേലൂയ എന്ന് വിശ്വസിക്കുവാൻ, എന്ന് അറിയുവാൻ നമ്മൾക്ക് ഈ അവസരം ഉപയോഗിക്കാം.
സ്നേഹം